മലപ്പുറം കൊണ്ടോട്ടിയിൽ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഇന്നലെ കൊഹിനൂരിൽ അപകടമുണ്ടായി, 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ഈ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. എന്താണ് വിവരം, വിശദാംശങ്ങൾ? ഗൗതം, പാലക്കാട് കൊല്ലങ്കോട് നിന്നും കൊട്ടിയൂരിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന സംഘം സഞ്ചരിച്ച ട്രാവലറും ഒപ്പം തന്നെ മറ്റൊരു ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കൊണ്ടോട്ടി പെരിയമ്പലത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ ടിപ്പർ ലോറിയിലെ ഡ്രൈവർ രാജേഷും ആണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ട്രാവലറിൽ തന്നെ തീർത്ഥാടകരായിട്ടുള്ള രമണി, കൊല്ലങ്കോട് സ്വദേശിയായ രമണിയുമാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 1 മണിക്കാണ് അപകടം ഉണ്ടാവുന്നത്. ഇവർ സഞ്ചരിച്ച ഈ ടിപ്പർ ട്രാവലറും ഒപ്പം തന്നെ എതിർ ദിശയിൽ വന്ന ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ട്രാവലറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. ഏകദേശം 18 പേരാണ് ആ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. അതിൽ 15 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. എല്ലാവരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ 1 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. നല്ല മഴ പെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അമിത വേഗതയാണോ എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. എന്തായാലും ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ രക്ഷാപ്രദം നടത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് 2 പേരുടെയും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഇനിയും 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. കുട്ടികളും പ്രായമായവർ ഉൾപ്പെടെ ഉള്ളവർ ടിപ്പർ ലോറി ഈ ട്രാവലറിൽ ഉണ്ടായിരുന്നു. ഈ ടിപ്പർ ലോറിയുടെ അമിത വേഗമാണോ ഇല്ലെങ്കിൽ എന്താണോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. എന്തായാലും 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആകെ 18 പേരാണ് ഈ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. ഗൗതം, ശാന്തകുമാർ, ഒറ്റ കാര്യം കൂടി, അതായത് തുടർച്ചയായിട്ടുള്ള അപകട സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്കുള്ള ഗുരുതര അപകടങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ റോഡ് ഏതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ അറിയാതെ എത്തുന്നവരാണോ ഈ അപകടത്തിൽപ്പെടുന്നത്, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഇപ്പോൾ MVDയും പോലീസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്? പാലക്കാട് കോഴിക്കോട് ദേശീയപാത എല്ലായ്പ്പോഴും തിരക്കേറിയ സ്ഥലമാണ്. അതായത് ഒരു ദേശീയപാതയുടെ നിലവാരത്തിലോ അല്ലെങ്കിൽ അതിന്റെ വീതിയോ ഉള്ള ഒരു ഇടമായി അല്ല ഇപ്പോഴുള്ളത്. കാരണം അത്രയധികം വാഹന പെരുപ്പം വർദ്ധിച്ച സാഹചര്യം നിലവിലുണ്ട്. അത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ തന്നെ ഈ വാഹനങ്ങളുടെ തിരക്ക് ഉള്ള ഒരു റോഡ് കൂടിയാണ് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാത. ഒപ്പം തന്നെ മഞ്ചേരിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ, പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എല്ലാം കടന്നു പോകുന്ന ഒരിടം കൂടിയാണ് ഈ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗം. അപ്പോൾ അവിടെ ഇപ്പോഴും തിരക്ക് കൂടിയ ഇടം തന്നെയാണ്. റോഡ്, ഗൗതം സൂചിപ്പിച്ച പോലെ റോഡ് സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു റോഡ് തന്നെയാണ് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാത. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇത് മഴയുണ്ട്, ഒപ്പം തന്നെ അമിത വേഗത ആവാനും സാധ്യതയുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ചെന്നുള്ളത് വാഹനങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഒരു വശം, ഈ ട്രാവലറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തകർന്ന് ആ ഭാഗത്ത് ഇരുന്നേറുന്നവർക്കാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് ആ ട്രാവലറിലെ ഡ്രൈവർ രാജേഷിന് മരണവും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും റോഡിന്റെ ശോച്യാവസ്ഥ, റോഡിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം സൂചന നൽകുന്നതിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട്. ഗൗതം, ശരി, ശാന്തകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടായ അപകടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൊണ്ടോട്ടിയിലാണ് അപകടം സംഭവിച്ചത്.